Friends, welcome to Commerce Bites. I hope you people are all doing well. നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ കേരള സെറ്റിൻ്റെ പ്രിപ്പറേഷൻ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. എല്ലാവർക്കും അറിയാം ഓഗസ്റ്റ് 14th 2021 എന്നുള്ളൊരു എക്സാം ഡേറ്റ് കൺഫേം ആയിട്ടുണ്ട്. സോ ആ ഒരു ഡേറ്റിലേക്ക് വേണം നിങ്ങളുടെ ഒരു ഫോക്കസ്. അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക. എല്ലാ ദിവസവും വീഡിയോസ് കണ്ട് ആ വീഡിയോസിൽ സ്പെസിഫൈ ചെയ്യുന്ന നോട്ട്സ് നോട്ട് ഡൗൺ ചെയ്ത് എല്ലാ ദിവസവും റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങളുടെ നോട്ട്സ്. ഓക്കെ, കീപ്പ് ഇൻ ടച്ച് വിത്ത് യുവർ നോട്ട്സ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ നമ്മൾ പഠിച്ച ഒരു ടോപ്പിക്ക് കാണുമ്പോൾ നമുക്ക് വി വിൽ ബി ഫീലിംഗ് സോ ഹാപ്പി ആൻഡ് സാറ്റിസ്ഫൈഡ്. ഓക്കെ, ഞാൻ പഠിച്ച ടോപ്പിക്കാണ് വന്നേ, ഞാൻ നോക്കിയ പോർഷനിൽ നിന്നാണ് വന്നേ എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് ഉണ്ടാവും ഓൾ ത്രൂ ദ എക്സാം. ഓക്കെ, ആൻഡ് നമ്മൾ ഈവനിങ്ങിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ നമ്മളുടെ സ്റ്റുഡൻറ്റിൻ്റെ ആവശ്യപ്രകാരം ഐഡിയലിസം, നാച്ചുറലിസം, റിയലിസം ആൻഡ് ഹ്യൂമനിസം ഇങ്ങനെ 4 ടേംസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. സോ മിസ് ഔട്ട് ചെയ്തവർ ഒന്ന് ജസ്റ്റ് കണ്ടു നോക്കുന്നത് വളരെയധികം ഹെൽപ്ഫുള്ളാകും. കാരണം ഈ ഓരോ പറഞ്ഞ ഈ 4 ടേംസ് എന്തായാലും നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യനെങ്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റും. ദാറ്റ്സ് ഐ ഹാവ് 100% ഷ്യൂരിറ്റി. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഈ 4 ടേംസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്ന് മസ്റ്റായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ കാണുമ്പോൾ നമുക്ക് ഈ ടേംസ് ഓക്കെ എനിക്കറിയാം എന്നുള്ള രീതിയായിരിക്കും, പക്ഷേ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കുറച്ചധികം കീവേഡ്സും അതുപോലെ തന്നെ കീ പോയിൻറ്റ്സ് ഉണ്ട്. അത് ഞാൻ സ്പെഷ്യലായിട്ട് എടുത്തെടുത്ത് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ആ വീഡിയോ കണ്ട് അതിൻ്റെ ഉള്ളിൽ ആ പറഞ്ഞ പോയിൻറ്റ്സ് നിങ്ങൾ നോട്ട്ബുക്കിൽ നിങ്ങളുടെ ലെക്ചർ നോട്ടിൽ ആഡ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ റിവ്യൂ ചെയ്യുന്ന ടൈമിൽ, അതായത് നോട്ട്സ് നിങ്ങൾ നോക്കുമല്ലോ, ആ ഒരു ടൈമിൽ നിങ്ങൾക്കത് വളരെയധികം ഹെൽപ്ഫുള്ളാവും. ഓക്കെ, പിന്നെ നമ്മളോട് കുറച്ച് സ്റ്റുഡൻസ് ചോദിച്ചിരുന്നു ആക്ട്സ് ആൻഡ് ബിൽസ് ഓൺ ഹയർ എഡ്യൂക്കേഷൻ. ആ ഒരു ഏരിയയിൽ നിന്ന് പെർട്ടിക്കുലർലി ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടിട്ടില്ല. ഈവൻ തോ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടാണെങ്കിലും അത്ര നല്ല നോട്ട്സ് നമുക്ക് അത്രത്തോളം റെലവൻ്റ് ആയിട്ടുള്ള നോട്ട്സ് നമുക്ക് കിട്ടിയിട്ടുമില്ല. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ടോപ്പിക്കിൻ്റെ വീഡിയോ പ്രൊവൈഡ് ചെയ്യാത്തത്. സോറി ഫോർ ദാറ്റ്. വൺസ് എനിക്ക് ഡേറ്റ മുഴുവൻ കംപ്ലീറ്റ് ആയിട്ട് കിട്ടി, ഐ ആം സാറ്റിസ്ഫൈഡ് എന്നുള്ളൊരു ലെവലായി കഴിഞ്ഞാൽ ഞാൻ ആ പെർട്ടിക്കുലർ ടോപ്പിക്കിനെ പറ്റി ഒരു വീഡിയോ ഇടുന്നതാണ്. നൗ വി ആർ ഓൺ ദ വേ ഓൺ 2018 ക്വസ്റ്റ്യൻ പേപ്പർ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് വർക്കൗട്ട് ചെയ്യുന്നത്. ആൻഡ് നൗ വി വിൽ ബി ഡിസ്കസിങ് ഓൾമോസ്റ്റ് ഒരു 4 ടോപ്പിക്സ് എന്തായാലും കവർ ചെയ്യുന്നതാണ്. 4 ടോപ്പിക്സ് ഇൻ ദ സെൻസ് 4 ക്വസ്റ്റ്യൻസ്. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ കുറച്ചധികം പോയിൻറ്റ്സും തന്നെ നമ്മൾ കവർ ചെയ്യുന്നതാണ്. സോ വിതൗട്ട് മച്ച് ഡിലേ ലെറ്റ്സ് മൂവ് ടു ആർ ടോപ്പിക്. റൈറ്റ്, today's first question is the ability to assess higher meaning, values, purpose, goals and attitudes and unconscious aspects of self and its relationship to being in world. Options are option A spiritual intelligence, option B emotional intelligence, option C naturalistic intelligence and option D kinesthetic intelligence. Here the answer will be option B emotional intelligence. ഈ 4 ഇൻ്റലിജൻസിനെ പറ്റി ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. അതിനു മുന്നേ ഒരു കാര്യം പറയട്ടെ. ഡെയിലി ടോപ്പ് മിനി സീരീസിൽ നമ്മൾ ടൈപ്സ് ഓഫ് ഇൻ്റലിജൻസിനെ പറ്റിയിട്ട് ഒരു ഓൾ ത്രൂ വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ മിസ് ഔട്ട് ചെയ്തവർ ഒന്ന് ജസ്റ്റ് ഡെയിലി ടോപ്പ് മിനി സീരീസ് എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. സോ ഇറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ ഫോർ യു ഇഫ് യു പീപ്പിൾ ആർ വാച്ചിങ് ദാറ്റ് വീഡിയോ. ഓക്കെ, സോ മൂവിങ് ടു ആർ ടോപ്പിക് ദറ്റ് ഈസ് ടൈപ്സ് ഓഫ് ഇൻ്റലിജൻസിൻ്റെ ഈ പറഞ്ഞ 4 ഇൻ്റലിജൻസിൻ്റെ ടൈപ്സ് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, സോ അവർ ഓപ്ഷൻസ് ആർ ഫസ്റ്റ് ഓപ്ഷൻ സ്പിരിച്വൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ദിസ് ഈസ് എ സിങ്ക്രണൈസ് പ്രോസസ് ദ ഹോൾ ബ്രെയിൻ. അതായത് നമ്മളുടെ ഇമോഷണൽ കോഷ്യൻറ്റും അതുപോലെ തന്നെ IQ ഇല്ലേ, ഇൻ്റലിജൻറ്റ് കോഷ്യൻ, അതെല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു സിങ്ക്രണൈസിങ് പ്രോസസ്സാണ് സ്പിരിച്വൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. I hope you people get the topic, right? Next option എന്ന് പറയുന്നത് ഇമോഷണൽ ഇൻ്റലിജൻസ് വിച്ച് ഇസ് ദ ആൻസർ. ഞാൻ നിങ്ങളോട് ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ ഒരു 3-4 പ്രാവശ്യം ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്. ഈവൻ തോ ഞാൻ ഒന്നുകൂടെ സ്പെസിഫൈ ചെയ്യാം, ഇമോഷണൽ ഇൻ്റലിജൻസിനെ തന്നെയാണ് ഇമോഷണൽ കോഷ്യൻ്റ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ്, യൂസ് ആൻഡ് മാനേജ് യുവർ ഓൺ ഇമോഷൻ ഇൻ ദ പോസിറ്റീവ് വേ, ടു റിലീവ് സ്ട്രെസ്, കമ്മ്യൂണിക്കേറ്റ് എഫക്റ്റീവ്ലി, എംപത്തൈസ് വിത്ത് others, overcome challenges and diffuse conflicts. അതായത് നമ്മൾക്ക് നമ്മളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ഇൻ്റലിജൻസ് ആണ് ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ഐ ഹോപ്പ് യു പീപ്പിൾ ആർ ഗെറ്റിംഗ്.
അതും ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഇറ്റ് ടേക്സ് യുവർ ഇമോഷൻസ് ഇൻ ദ പോസിറ്റീവ് വേ ടു റിലീവ് സ്ട്രെസ്. നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കാനും അതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ആൻഡ് എംപത്തൈസ് വിത്ത് അതേഴ്സ്, ഓവർകം ചാലഞ്ചസ് ആൻഡ് ഡിഫ്യൂസ് കോൺഫ്ലിക്ട്സ് കുറയ്ക്കാനും അതുപോലെ തന്നെ ചാലഞ്ചസ് നിന്ന് ഓവർകം ചെയ്യാനും ആളുകളായിട്ട് എംപത്തൈസ് ചെയ്യാനും അങ്ങനെയുള്ള കുറേ അധികം കാര്യങ്ങൾ ഇമോഷണൽ ഇൻ്റലിജൻസിൽ ഇൻക്ലൂഡഡ് ആണ്. സോ ഐ ഹോപ്പ് യു പീപ്പിൾ ആർ ഗെറ്റിംഗ് വാട്ട് ഇസ് മെന്റ് ബൈ ഇമോഷണൽ ഇൻ്റലിജൻസ്, റൈറ്റ്? And now without much time, let's move to the option C, that is naturalistic intelligence. Naturalistic intelligence refers to the person's interest in the natural world. നമ്മളുടെ ഈ ഒരു നാച്ചുറൽ വേൾഡിലെ ആ വേൾഡിലെ അനിമൽസ്, പ്ലാന്റ്സ്, നാച്ചുറൽ വർക്ക്, നമുക്ക് ചുറ്റുമുള്ള നേച്ചറായി കണക്റ്റഡ് ആയിട്ടുള്ള എല്ലാ തരത്തിലുള്ള കാര്യങ്ങളിനെ പറ്റി ഒരു ഇൻ്റലിജൻസ്, ഒരു അറിവ് ഉള്ളതാണ് നാച്ചുറലിസ്റ്റിക് ഇൻ്റലിജൻസ്. ഞാൻ പറയാറുണ്ട് ആ ടേമിൽ തന്നെ അതിൻ്റെ ഒരു മീനിങ് ഉണ്ടാവും, അതിൻ്റെ ആ കീവേഡ് ഉണ്ടാവും എന്ന്. ഹിയർ ഇറ്റ് സേസ്, റൈറ്റ്? ഇപ്പോൾ ആ ഒരു നാച്ചുറലിസ്റ്റിക് ഇൻ്റലിജൻസ് എന്ന് പറയുന്നതിൽ തന്നെയുണ്ട് എന്താണ് അതിൻ്റെ മീനിങ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു ഐഡൻറ്റിഫൈ ആൻഡ് ക്ലാസിഫൈ പാറ്റേൺ ഇൻ നാച്ചുറൽ എൻവയൺമെൻറ്റ്. നമ്മുടെ നാച്ചുറൽ എൻവയൺമെൻറ്റിൽ തന്നെ ക്ലാസിഫൈ ചെയ്യാനും അതുപോലെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാനും പറ്റുന്ന ആ ഒരു എബിലിറ്റിയാണ്. ഓക്കെ, ലാസ്റ്റ് ഓപ്ഷൻ ഇസ് കൈനസ്തെറ്റിക് ഇൻ്റലിജൻസ്, ദാറ്റ് ഇസ് ബോഡ്ലി കൈനസ്തെറ്റിക് ഇൻ്റലിജൻസ്. അതായത് those who have highly bodily kinesthetic intelligence are said to be good at body movements, performing actions and physical control. അതായത് ആ ഒരു വേർഡിൽ തന്നെ ക്ലിയർ ആയിട്ട് സ്പെസിഫൈ ചെയ്യുന്നുണ്ട്, അതായത് ബോഡ്ലി കൈനസ്തെറ്റിക് ഇൻ്റലിജൻസ് എന്നുള്ളത്. ബോഡ്ലി കൈനസ്തെറ്റിക് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് അങ്ങനെ ഉള്ള ഒരു ടൈപ്പ് ഓഫ് ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള പേഴ്സൺ ആണെങ്കിൽ ദേ വിൽ ബി ഗുഡ് അറ്റ് ബോഡി മൂവ്മെൻറ്റ്. ബോഡി നല്ല രീതിയിൽ തന്നെ അനക്കാനും അതുപോലെ നല്ല സ്ട്രക്ചറബിളായിട്ടും നല്ല ഫ്ലെക്സിബിളായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിരിക്കും ഈ ബോഡ്ലി കൈനസ്തെറ്റിക് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അവർ നല്ല രീതിയിൽ നല്ല യോഗ ചെയ്യും, എക്സസൈസ് ചെയ്യും, ഓക്കെ, നല്ല രീതിയിൽ ഡാൻസ് ചെയ്യും, അങ്ങനെ കുറേ അധികം ഫീച്ചേഴ്സ് ഉണ്ട് അവർക്ക്. ഓക്കെ, so I hope you people get what is the term by bodily kinesthetic intelligence. People who are strong in this area tend to have excellent hand and eye coordination. I hope this topic is all clear to you, right? To the second question of this session, teaching often regarded as lifelong process. Why? എന്തുകൊണ്ടാണ് ടീച്ചിങ് ഒരു ലൈഫ് ലോങ് പ്രോസസ്സാണ് എന്ന് പറയാൻ കാരണം എന്നാണ് നമ്മളുടെ ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് ആർ ടീച്ചേഴ്സ് ലേൺ ലോട്ട്സ് ഫ്രം ലേണേഴ്സ് വൈൽ ഇൻട്രാക്ടിങ് ഇൻ ക്ലാസ് റൂം. ക്ലാസ് റൂമിൻ്റെ ഇൻറ്ററാക്ഷനിൽ ടീച്ചേഴ്സ് കുറേ അധികം കാര്യങ്ങൾ സ്റ്റുഡൻസിൻ്റെ അടുത്ത് നിന്ന് പഠിക്കും എന്നാണ് ഓപ്ഷൻ എ പറയുന്നത്. ഓപ്ഷൻ ബിയിൽ പറയുന്നത് ടീച്ചിങ് ഈസ് എ പ്രോസസ് നോട്ട് എ പ്രോഡക്റ്റ്. ഓക്കെ, ഓപ്ഷൻ സിയിൽ പറയുന്നത് ടീച്ചേഴ്സ് റെഗുലർലി കണ്ടക്ട് ആക്ഷൻ റിസർച്ച്. ഓപ്ഷൻ ഡി ടീച്ചേഴ്സ് അക്വയർ ഇൻഫർമേഷൻ ത്രൂ ഡിഫറെൻറ്റ് മൊഡാലിറ്റീസ്, അതായത് പെർട്ടിക്കുലർ ആയിട്ടുള്ള മോഡ്സ്. ഓക്കെ, ഈ 4 ഓപ്ഷൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് തോന്നിയത് ഏതാ? ഓഫ് കോഴ്സ് സ്റ്റുഡൻസ് എല്ലാവരും ഓപ്റ്റ് ചെയ്യുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആയിരിക്കും. ടീച്ചേഴ്സ് ലേൺ lots from the learners while interacting in class, but the answer will be teaching as a process not a product എന്നുള്ളതാണ് ആൻസർ. ഓക്കെ, ഒരു ടീച്ചിങ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷൻ നമ്മൾക്ക് ലൈഫ് ലോങ് ആയിട്ടുള്ള ഒരു പ്രൊഫഷനാണ്. ആൻഡ് പറയുന്ന പോലെ തന്നെ ടീച്ചിങ് ഈസ് എ പ്രോസസ് നോട്ട് എ പ്രോഡക്റ്റ്. നമുക്ക് അതിൻ്റെ ഒരു പ്രോഡക്റ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടില്ല, അതൊരു ലൈഫ് ലോങ് പ്രോസസ്സാണ്. നമ്മൾ ത്രൂ ഔട്ട് നമ്മളുടെ ലൈഫിൽ പഠിച്ചുകൊണ്ടിരിക്കണം, നമ്മൾക്ക് ഓരോരോ പുതിയ നോളജ് കിട്ടിക്കൊണ്ടിരിക്കും. സോ അതെല്ലാം നമ്മൾ കോർഡിനേറ്റ് ചെയ്ത് സമ്മപ്പ് ചെയ്ത് ക്ലബ് ചെയ്ത് നമ്മൾ അതൊരു പ്രോസസ്സായിട്ട് വേണം മുന്നോട്ട് പോകാൻ. ഓക്കെ, സോ ഐ ഹോപ്പ് ദിസ് ക്വസ്റ്റ്യൻ ഈസ് ഓൾ ക്ലിയർ ടു യു, റൈറ്റ്? To the third question, Gagne's 4 intellectual skills ഏതെല്ലാമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ കറക്റ്റായിട്ടുള്ള ഒരു ഓർഡറാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്, റൈറ്റ്? ഗാഗ്നി സ്റ്റേജസ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. ഞാൻ ഇതിനു മുന്നേ പല വീഡിയോസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ഐ ആം നോട്ട് ഗോയിങ് ടു റിപ്പീറ്റ് ദാറ്റ്. തോ ഞാൻ ജസ്റ്റ് ഒന്ന് സ്പെസിഫൈ ചെയ്യാം. നമുക്ക് ടോട്ടലായിട്ട് 8 ടൈപ്സ് ഓഫ് ലേണിംഗ് ആണ് ഗാഗ്നീസ് സ്റ്റേജസിൽ പറയാനുള്ളത്. അത് 4 ലോവസ്റ്റും 4 ഹയസ്റ്റുമാണ്.
4 lowest in the sense they focus on the behavioral aspect. അതുപോലെ ഹയസ്റ്റ് ആയിട്ടുള്ള 4 ടൈപ്സ് ഓഫ് ലേണിംഗ് ഫോക്കസ് ചെയ്യുന്നത് കോഗ്നേറ്റീവ് ആസ്പെക്റ്റ് ആണ്, അതായത് നമ്മളുടെ ഇപ്പോൾ പറഞ്ഞ ഇൻ്റലക്ച്വൽ സ്കിൽസ്. ഓക്കെ, സോ ലോവസ്റ്റ് ആയിട്ട് വരുന്നത് സിഗ്നൽ ലേണിംഗ്, സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ്, ചെയിനിങ് ആൻഡ് വേർബൽ അസോസിയേഷൻ. ആൻഡ് ഇൻ്റലക്ച്വൽ സ്കിൽസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഡിസ്ക്രിമിനേഷൻ ലേണിംഗ്, കോൺസെപ്റ്റ് ലേണിംഗ്, റൂൾ ലേണിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിങ്. അപ്പോൾ നിങ്ങൾ എന്താ ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഗോ ലുക്ക് അറ്റ് ദ ലാസ്റ്റ് എൻഡായിട്ടുള്ള ഓപ്ഷൻ ഏതാണ് എന്ന് ചെക്ക് ചെയ്യണം. ഇപ്പോൾ നമുക്ക് 4 ഓപ്ഷൻ തന്നിട്ടുണ്ടാവും, അതിൻ്റെ പല ഓർഡറും പല രീതിയിലായിരിക്കും തന്നിട്ടുണ്ടാവുന്നത്. സോ നിങ്ങൾ 5th നമുക്കുള്ള ലേണിംഗ് എന്താ, ടൈപ്പ് ഓഫ് ലേണിംഗ് എന്താ, ഡിസ്ക്രിമിനേഷൻ. അപ്പോൾ സ്റ്റാർട്ടിങ് ഡിസ്ക്രിമിനേഷൻ ആണോ എന്ന് നോക്കണം, അതാണ് നമ്മുടെ ഇൻ്റലക്ച്വൽ സ്കിൽസിലെ ആദ്യത്തെ. ഓക്കെ, സോ അപ്പോൾ ആദ്യം ഡിസ്ക്രിമിനേഷൻ ആണോ എന്ന് നോക്കണം. അത് കഴിഞ്ഞ് അറ്റ് ദ എൻഡ് ഗോ സെർച്ച് ഫോർ പ്രോബ്ലം സോൾവിങ്. ഏറ്റവും എൻഡിൽ പ്രോബ്ലം സോൾവിങ് ആണോ എന്ന് നോക്കണം. എന്ന് കഴിഞ്ഞാൽ ഓക്കെ, ഇറ്റ് വിൽ ബി ദ കറക്റ്റ് ആൻസർ. ബട്ട് ഈവൻ ദോ ഡു സ്റ്റഡി ദ ഫോമാറ്റ്. ഓക്കെ, അതിൻ്റെ ഓർഡർ പഠിച്ചിരിക്കുന്നത് വളരെയധികം നിർബന്ധമാണ്. അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ഞാനതിന് ഒരു നിമോണിക് ക്രിയേറ്റ് ചെയ്ത് തന്നിരുന്നു, SQCVDCRP എന്നുള്ളത്. സിഗ്നൽ ലേണിംഗ്, സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ്, ചെയിനിങ്, വേർബൽ അസോസിയേഷൻ ആൻഡ് ദെൻ discrimination learning, concept learning, rule learning and problem solving. I am not going to explain the topic right now because ഞാൻ ഓൾറെഡി പല ടൈം ഈ ഒരു പെർട്ടിക്കുലർ ടോപ്പിക് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ളതാണ്. സോ ഗോ സെർച്ച് ഫോർ our daily top mini series playlist. To the last question from this video, the question is, who proposed the concept attainment model? നമുക്ക് എല്ലാവർക്കും അറിയാം കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ ആരാണ് പ്രപ്പോസ് ചെയ്തിട്ടുള്ളതെന്ന്. ഞാൻ പല പ്രാവശ്യം നമ്മളുടെ വീഡിയോസിൽ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഈ റിപ്പീറ്റ് ചെയ്ത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്റ്റുഡൻസിൻ്റെ ഉള്ളിൽ ആളുടെ പേരും അതുപോലെ തന്നെ ആൾ പ്രപ്പോസ് ചെയ്ത ആ ഒരു മോഡലും മനസ്സിലേക്ക് പതിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ ഓരോ പ്രൊപ്പോണ്ടേഴ്സിനെയും അല്ലെങ്കിൽ ഓരോ തിയറീസും ഞാൻ ഇങ്ങനെ ഫോക്കസ് ചെയ്ത് സ്ട്രെസ് ചെയ്ത് പറയുന്നത്. ഓക്കെ, so options are Lev Vygotsky, option B Jean Piaget, option C Erik Erikson and option D Jerome Bernner. And actually the answer is option D, that is Jerome Bernner. ലിവ് വൈഗോട്സ്കിയുടെ സോഷ്യോ കൾച്ചറൽ തിയറിയാണ് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ലിവ് വൈഗോട്സ്കിയുടെ കുറച്ചധികം കീ പോയിൻറ്റ്സ് ഉണ്ട്. സോഷ്യൽ ഇൻട്രാക്ഷൻ, ചൈൽഡ് ഡെവലപ്മെൻറ്റ്, ലാംഗ്വേജ്, കൾച്ചർ, അങ്ങനെ കുറച്ചധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുപോലെ തന്നെ പൈഗറ്റിൻ്റെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ചൈൽഡ് ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റിനെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. എക്സ്പ്ലോറേഷൻ ബൈ ദ ചിൽഡ്രൻ, ഡെവലപ്മെൻറ്റ് പ്രൊസീഡ്സ് ലേണിംഗ്, അങ്ങനെ കുറച്ചധികം കാര്യങ്ങൾ പൈഗറ്റിൻ്റെ കാര്യത്തിലും നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ആൻഡ് എറിക്സൺ സ്പെസിഫൈ ചെയ്തിട്ടുള്ള തിയറി എന്ന് പറയുന്നത് സൈക്കോ സോഷ്യൽ തിയറിയാണ്. ആൻഡ് ദ ലാസ്റ്റ് നമ്മളുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ജെറോം ബെർണർ. നമ്മൾക്കറിയാം കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ എന്താണ് എന്നുള്ളതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഒരു കോൺസെപ്റ്റിനെ പറ്റി ഒരാൾക്ക് ഉള്ള ഒരു അറിവ് മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കുക, അത് നമ്മൾ കുറച്ച് പിക്ചേഴ്സിലൂടെ പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ടീച്ചിങ് ആണ് കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ എന്ന് പറയുന്നത്. ആൻഡ് ഒരു കാര്യം കൂടെ ഞാൻ ആഡ് ഓൺ ചെയ്തോട്ടെ. ഐ ഡോണ്ട് നോ വെദർ ഐ ഹാവ് മെൻഷൻ ദിസ് പോയിന്റ്. അതായത് കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ ജെറോം ബെർണർ ആണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. ടോട്ടൽ നമുക്കുള്ളത് 3 phases ആണ് ഈ ഒരു കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡലിലുള്ളത്. ഫസ്റ്റ് വൺ പ്രസൻറ്റേഷൻ ഓഫ് ഡേറ്റ, ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് കോൺസെപ്റ്റ്. ആ ഒരു ഡേറ്റ പ്രസൻറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഫേസ് 2 വരുന്നത് ടെസ്റ്റിംഗ് അറ്റൈൻമെൻറ്റ് ഓഫ് കോൺസെപ്റ്റ്. ആൻഡ് ഫേസ് 3 വരുന്നത് അനാലിസിസ് ഓഫ് തിങ്കിങ് സ്ട്രാറ്റജീസ്. എന്താണ് അവരുടെ അനാലിസിസ് എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുന്നതാണ് ഫേസ് 3. ഫേസ് 2 പറഞ്ഞു ടെസ്റ്റിംഗ് ദ അറ്റൈൻമെൻറ്റ് ഓഫ് ദ കോൺസെപ്റ്റ്. ടെസ്റ്റ് ആ ഒരു കോൺസെപ്റ്റ് അറ്റൈൻ ചെയ്തോ എന്നുള്ളതിൻ്റെ ഒരു ടെസ്റ്റിംഗ് ആണ് ഫേസ് 2 വരുന്നത്. ആൻഡ് ഫേസ് 3 വരുന്നത് അനാലിസിസ് ഓഫ് തിങ്കിങ് സ്ട്രാറ്റജീസ്, അനാലിസിസ് എടുക്കുന്നതാണ്. ഓക്കെ, സോ ഐ ഹോപ്പ് ദിസ് പോയിൻ്റ് ഇസ് ഓൾ ക്ലിയർ ടു യു. നമ്മൾ കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡലിനെ പറ്റി ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഐ ഹാവ് സം ഡൗട്ട് വെദർ ഐ ഹാവ് മെൻഷൻ ദീസ് 3 phases. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ പ്ലീസ് ഗോ നോട്ട് ഇറ്റ് ഡൗൺ ഇൻ യുവർ നോട്ട് വേർ യു ഹാവ് റിട്ടേൺ കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡലിനെ പറ്റി നിങ്ങൾ ഒരു ബ്രീഫായിട്ട് നോട്ട്സ് സ്പെസിഫൈ ചെയ്ത് കൊടുത്ത് ഈ ഒരു 3 phases ഒന്ന് മെൻഷൻ ചെയ്തത് വളരെയധികം ഹെൽപ്ഫുൾ ആകും. കാരണം നിങ്ങൾ ആ പഠിക്കുന്ന ടൈമിൽ ഇറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ. ഓക്കെ,
That's all for now. Let's see in the next video. Till then, work hard and study well. Thank you.